പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. മാനവിക സാംസ്കാരിക പ്രവർത്തന വേദിയായ ജീലാനി സ്റ്റഡി സെന്ററിന്റെ തിരുവനന്തപുരം ജില്ലാ ഘടകത്തിന് കീഴിൽ ഈ വർഷത്തെ റമദാൻ ഇഫ്താർ വിരുന്നും റിലീഫ് വിതരണവും 2025 മാർച്ച് 23 ഞായർ വൈകുന്നേരം 4:30 തൈക്കാട് പാലവിടയിലെ ജീലാനി സ്റ്റഡി സെന്റർ ജില്ലാ ഓഫീസിൽ വെച്ച് നടത്തുന്നവരും സന്തോഷപൂർവ്വം അറിയിക്കുന്നു. ജീലാനി സാംസ്കാരിക കേന്ദ്രം നടത്തുന്ന ഈ സാമൂഹ്യ സ്നേഹ പരിപാടിയുടെ ഉദ്ഘാടനം വാമനപുരം മണ്ഡലം MLA ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് DK മുരളി നിർവഹിക്കുന്നതാണ്. മനുഷ്യർക്കിടയിൽ സ്നേഹവും ഐക്യവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമകാലിക സമൂഹത്തിൽ മാനവിക ഐക്യബോധവും ആത്മീയ ചൈതന്യവും സമാധാന സംസ്കാരവും വീണ്ടെടുക്കുക എന്ന മഹത്തായ ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുന്ന മനുഷ്യ നന്മയുടെ പ്രചാരണ വേദിയാണ് ജീലാനി സ്റ്റഡി സെന്റർ. ലോക സമാധാനത്തിൻ്റെയും മാനവിക ഐക്യത്തിൻ്റെയും ആഗോള പ്രചരണ കേന്ദ്രമായി എറണാകുളം ആലുവയിൽ വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന കുത്തുബുസ്സമാൻ ജീലാനി ഷെരീഫ് ആസ്ഥാനമാക്കി സൂഫി ഗുരു മഹാൻ നായിബ് കുത്തുബുസ്സമാൻ ഡോക്ടർ ഷെയ്ഖ് നിസാമുദ്ദീൻ സുൽത്താൻ ഷാ ഖാദ്രി ചിസ്തിയുടെ അനുഗ്രഹീത നേതൃത്വത്തിന് കീഴിൽ സാമൂഹ്യവും വിദ്യാഭ്യാസപരവും ആത്മീയവുമായ നവോത്ഥാന പദ്ധതികളുമായി മുന്നോട്ടു പോകുന്നു. ജീലാനി സ്റ്റഡി സെന്റർ ജാതി മത വർഗ വേർതിരിവുകളില്ലാതെ സമൂഹത്തിലെ എല്ലാ ജനങ്ങൾക്കും പരസ്പര സ്നേഹത്തോടെ ഒരുമിക്കാനും സമാധാന ജീവിതവും സംതൃപ്തമായ ജീവിതാന്ത്യവും പ്രയോഗതലത്തിൽ ഉറപ്പുവരുത്താനുമുള്ള പരിശീലനമാണ് മനുഷ്യ ഹൃദയങ്ങളിൽ നന്മയുടെ വെളിച്ചം പകരുന്ന മാർഗദർശിനി ഗുരുമഹാൻ നായിബ് കുത്തുബുസ്സമാൻ ആത്യന്തിക ഗുണകാംക്ഷയോടെ മുന്നോട്ട് നയിക്കുന്നു. ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ചിരിക്കുന്ന ഇഫ്താർ സംഗമവും റിലീഫ് വിതരണത്തിൻ്റെയും പരിപാടികൾ ആരംഭിക്കുകയാണ്. ഈ ചടങ്ങിന് സ്വാഗതം ആശംസിക്കുന്നത് ജീലാനി സ്റ്റഡി സെന്റർ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ ജോയിന്റ് സെക്രട്ടറി കൂടിയായ കരിപ്പൊടി നവാസിനെ ക്ഷണിക്കുകയാണ്. ജീലാനി സ്റ്റഡി സെന്ററിന്റെ ജില്ലാ ഈ യോഗം ഉദ്ഘാടനം ചെയ്യാനുള്ള എത്തിച്ചേർന്ന ബഹുമാന്യനായ വാമനപുരം നിയോജകമണ്ഡലത്തിന്റെ MLA DK മുരളി സാർ, എത്തിച്ചേർന്ന മാണിക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി രേഖാകുമാരി, മറ്റ് വാർഡ് മെമ്പർമാർ, രാഷ്ട്രീയ പാർട്ടി
പ്രതിനിധികളെ, മറ്റ് സഹോദരന്മാരെ, ജീലാനി സ്റ്റഡി സെന്റർ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഇഫ്താർ സംഗമവും റിലീഫ് വിതരണവും പരിപാടിയിലാണ് നാം സംബന്ധിച്ചിരിക്കുന്നത്. ജീലാനി സ്റ്റഡി സെന്റർ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം ആത്മീയ ഗുരു ഷെയ്ഖുന സൂഫി മുഹമ്മദ് യൂസഫ് സുൽത്താൻ ഷാഹ് ഖാദിരി ചിശ്തി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനവറുകൾ അവിടുത്തെ മഹനീയ നേതൃത്വത്താൽ തുടങ്ങി വെച്ച് ഇന്നത്തെ നായകനായ ഈ കാലഘട്ടത്തിൻ്റെ വഴികാട്ടി നിസാമുദ്ദീൻ സുൽത്താൻ ഷാഹ് ഖാദിരി ചിശ്തി മഹാനവറുകൾ മഹനീയമായ നേതൃത്വത്തിൽ നടന്നു വരുന്ന ജീലാനി സ്റ്റഡി സെന്ററിന്റെ സംസ്ഥാന വ്യാപകമായി ഈ റമദാൻ മാസത്തിൽ നടത്തിവരുന്ന പരിപാടികളുടെ ഭാഗമായി നമ്മൾ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഇഫ്താർ സംഗമവും റിലീഫ് വിതരണവുമാണ്. കൂടുതൽ കാര്യങ്ങൾ അധ്യക്ഷ പ്രസിഡന്റും മുഖ്യപ്രഭാഷണത്തിൽ ഷാബി ഉസ്താദൊക്കെ സംസാരിക്കുന്നുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. എൻ്റെ കർത്തവ്യം സ്വാഗതം ആശംസിക്കലാണ്. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ജീലാനി സ്റ്റഡി സെന്ററിന്റെ തിരുവനന്തപുരം ജില്ലയുടെ പ്രസിഡന്റായ ഗുജാബ് സാറാണ്. ഗുജാബ് സാറിനെ ഞാൻ എൻ്റെ പേരിലും ജീലാനി സ്റ്റഡി സെന്റർ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് റിലീഫ് ഉൾപ്പെടെയുള്ള ഉദ്ഘാടന പരിപാടികൾ നടത്തുന്നത് ബഹുമാനപ്പെട്ട വാവണപുരത്തിന്റെ ജനകീയനായ MLA DK പതി സാറാണ്. സാറിനെ മുജാബ് സാർ ക്ഷണിച്ചപ്പോഴും ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയി നോട്ടീസ് കൊടുക്കാൻ ചെന്നപ്പോഴും സാറ് ചോദിച്ചു ഉദ്ഘാടകനായി നിങ്ങൾ അനിൽ സാറിനെ വിളിക്കാത്തുണ്ടെന്ന്. ഞങ്ങൾ അപ്പോഴും പറഞ്ഞു ഇവിടുത്തെ ഈ മഹിളാ പരിപാടിക്ക് MLA സാറ് മതി എന്ന് ഒറ്റ നിർബന്ധം പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ. അപ്പോൾ സാറ് കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേർന്ന് നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്ത് തരുന്ന DK പതി സാറിനെ MLA സാറിനെ ജീലാനി സ്റ്റഡി സെന്ററിന്റെ പേരിലും ജില്ലാ കമ്മിറ്റിയുടെ പേരിലും നമ്മൾ ഓരോരുത്തരുടെയും പേരിലും ആർദ്രവുമായി സ്വാഗതം ചെയ്യുകയാണ്. അടുത്ത ഈ പരിപാടി മുഖ്യ പ്രഭാഷണം നടത്തുന്നത് നമ്മുടെ ജീലാനി സ്റ്റഡി സെന്ററിന്റെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി മുഹമ്മദ് ഷാഹ് ഖാദിരി അവர்களാണ്. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും ഞാൻ ജീലാനി സ്റ്റഡി സെന്റർ ജില്ലാ കമ്മിറ്റിയുടെ പേരിലും എൻ്റെ പേരിലും ഓരോരുത്തരുടെയും പേരിലും ആത്മമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ആശംസകൾ അർപ്പിച്ചെത്താമെന്ന് ഏറ്റുന്നത് ബഹുമാന്യനായ മാണിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കുതിരവളം ജയൻ അവர்களാണ്. അദ്ദേഹം ഇവിടെ എത്തിച്ചേരും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. മറ്റെന്തോ പരിപാടിയുടെ തിരക്കാണ് ഇവിടെ എത്തിച്ചേരും. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. അടുത്തതായി സ്വാഗതം ആശംസിക്കേണ്ടത് നമ്മുടെ മാണിക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ്. നമ്മൾ ക്ഷണിക്കാൻ ചെന്നപ്പോൾ തന്നെ കൃത്യസമയത്തോടെ എത്തുമെന്ന് അറിയിച്ചത് നമ്മുടെ ഈ പുതിയ ഓഫീസിന്റെ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്നതുമായ ശ്രീമതി രേഖാകുമാരി അവர்களെയാണ്. അവർ കൃത്യസമയത്ത് എന്നോട് എത്തിച്ചേർന്നു. മാഡത്തെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി സ്വാഗതം ചെയ്യേണ്ടത് മാണിക്കൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ അലി കെ അവர்களാണ്. അദ്ദേഹം മെമ്പറാണ് ഇപ്പോൾ എത്തിച്ചേർന്നത്. മാണിക്കൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ അലി കെ അവர்களെയും ഈ യോഗത്തിലേക്ക് എൻ്റെ പേരിലും ജീലാനി സ്റ്റഡി സെന്റർ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ ആത്മമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യേണ്ടത് നമ്മുടെ മാണിക്കൽ ഗ്രാമപഞ്ചായത്ത് വികസന കാര്യക്ഷേമ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CM അനിൽകുമാർ അവர்களാണ്. അദ്ദേഹം എത്തിച്ചേർന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ
ഞാൻ അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. അടുത്തതായി സ്വാഗതം ചെയ്യേണ്ടത് നമ്മുടെ ഈ ഓഫീസിൽ നിലനിൽക്കുന്ന തൊട്ടടുത്തുള്ള മാണിക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ വാർഡ് മെമ്പറായ കെ സുരേഷ് കുമാർ അവர்களാണ്. അദ്ദേഹം വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും എന്റെ പേരിലും ജില്ലാ സ്റ്റേറ്റ് സെന്ററിന്റെ പേരിലും ഓരോരുത്തരുടെയും പേരിൽ ഭാഗമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യേണ്ടത് INC മാണിക്കൽ മണ്ഡലം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ അവர்களാണ്. അദ്ദേഹം എത്തിച്ചേർന്നിട്ടില്ല. അദ്ദേഹം ഏതൊരു പരിപാടിയിലാണ് എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തെയും അഭാവത്തിൽ ഈ മാണിക്കൽ സർവീസ് സംഘത്തിന്റെ പ്രസിഡന്റാണ്. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്തു. അടുത്തതായി BJPയുടെ മാണിക്കൽ ഏരിയ പ്രസിഡന്റ് സുരേന്ദ്രൻ കുതിരകളമാണ്. അദ്ദേഹം നേരത്തെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്തു. അടുത്തതായി INBC തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് C. പൊടിമോൻ അഷ്റഫ് അപ്പോൾ നേരത്തെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും നമ്മുടെ യോഗത്തിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് നമ്മുടെ ഈ പരിപാടി റിലീഫ് വിതരണം കൈപ്പറ്റുന്നതിന് വേണ്ടി നമ്മുടെ ഇവിടുത്തെ തൊട്ടടുത്ത 2 വാർഡുകളിൽ വളരെ പാവപ്പെട്ട സെലക്റ്റീവായിട്ടുള്ള ആൾക്കാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കൂടാതെ നമ്മൾ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ള റിലീഫ് ഏറ്റുവാങ്ങാൻ വന്നവരും മറ്റ് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു.